നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് നാൽത്തടുക്ക സ്വദേശിനി ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്തിന്റെ മാതാവിനെ പോലീസ് ചോദ്യം ചെയ്തു. വിദ്യാനഗർ പോലീസാണ് ഇയാളെ ചോദ്യം ചെയ്തത്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ജസീല ജീവനൊടുക്കിയത്. 2 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങവെയാണ് സുഹൃത്തിന്റെ മാതാവിനെ ചോദ്യം ചെയ്തത്. ഓപ്പറേഷൻ സൈഹണ്ട് 2.0 കാസർഗോഡ് ജില്ലയിൽ 104 ഇടങ്ങളിൽ പരിശോധന. 34 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മതസൗഹാർദ്ദത്തിന്റെ വേദിയായി വയനാട്ടുകുലവൻ തേയുംകെട്ട് സന്നിധി. 28 വർഷത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വയനാട്ടുകുലവൻ തേയുംകെട്ട് നടക്കുന്ന മടിക്കെ എരിക്കുളം ഓർക്കോൽ മീത്തലൈപ്പുര തറവാട്ടിലാണ് മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഇഫ്താർ സംഗമം നടന്നത്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം പുരസ്കാര സമർപ്പണം 8-ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ ഇക്കോസെൻസ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ശുചിത്വോത്സവം നടന്നു. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ചാണ് ശുചിത്വോത്സവം നടന്നത്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ വെള്ളാട്ട് ഗവൺമെന്റ് LP സ്കൂളിന് നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാണം ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ 3 ദിവസങ്ങളിലായി നടന്ന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. തിരുവപ്പന വെള്ളാട്ട മരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നാൽത്തടുക്ക സ്വദേശിനി ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്തിന്റെ മാതാവിനെ പോലീസ് ചോദ്യം ചെയ്തു. വിദ്യാനഗർ പോലീസാണ് ഇവരെ ചോദ്യം ചെയ്തത്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ജസീല ജീവനൊടുക്കിയത്. 2 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കൊരുങ്ങുകയാണ് സുഹൃത്തിന്റെ മാതാവിനെ ചോദ്യം ചെയ്തത്. സ്വർണമാല മോഷ്ടിച്ചുവെന്നാരോപിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ കാസർഗോഡ് നാൽത്തടുക്ക സ്വദേശിനിയായ ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്തിന്റെ മാതാവിനെ പോലീസ് ചോദ്യം ചെയ്തു. ഇവരെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ജസീലയുടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിരുന്നു. ആരോപണ വിധേയരെ ചോദ്യം ചെയ്യുവാൻ പോലും വിദ്യാനഗർ പോലീസ് തയ്യാറായിട്ടില്ലെന്നും തെളിവ് നശിപ്പിക്കുവാൻ പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നുമുള്ള ഗുരുതര ആരോപണമാണ് കുടുംബം ഉയർത്തുന്നത്. 2 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കമ്മിറ്റിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കേസിൽ അന്വേഷണം വേഗത്തിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് സുഹൃത്തിന്റെ മാതാവിനെ ചോദ്യം ചെയ്തത്. വിദ്യാനഗർ SHOയുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു. സൈബർ സെല്ലിന്റെ സേവനവും പ്രയോജനപ്പെടുത്തിയിരുന്നു. ഇവരിൽ നിന്നും കേസിന് തുമ്പുണ്ടാക്കുവാൻ സഹായകരമാകുന്ന നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത് കഴിഞ്ഞ 15-ാം തീയതിയാണ് ജസീല എലിവിഷം കഴിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. നിരപരാധിയാണെന്ന് കരഞ്ഞു പറയുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് ജസീല ജീവനൊടുക്കിയത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് താൻ അപമാനം നേരിടേണ്ടി വന്നതെന്നാണ് വീഡിയോ സന്ദേശത്തിൽ ജസീല പറയുന്നത്. പോലീസിൽ പരാതി നൽകുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് അത് സ്വീകരിച്ചില്ലെന്നും ജസീലയുടെ വീഡിയോയിൽ പറയുന്നു. ജസീലയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നുമാണ് 9.5 പവൻ നഷ്ടപ്പെട്ടു എന്ന പരാതി വരുന്നത്. ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ജസീലയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സംഭവത്തിൽ ജസീലയുടെ പങ്ക് തെളിയിക്കുവാനായിരുന്നില്ല. സ്വർണം മോഷണം പോയതായി പരാതി നൽകിയത് വ്യാജമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് കേസിൽ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. സുഹൃത്തിന്റെ മാതാവിനെ ചോദ്യം ചെയ്തതോടെ ജസീല കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. കേസിൽ സുഹൃത്തിനെ കൂടി പോലീസ് ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓപ്പറേഷൻ സൈഹണ്ട് 2.0 കാസർഗോഡ് ജില്ലയിൽ 104 ഇടങ്ങളിൽ പരിശോധന. 34 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച്
ജില്ലയിൽ വ്യാപക റെയ്ഡ് ഓപ്പറേഷൻസായി ഹണ്ട ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ മേൽനോട്ടത്തിൽ ജില്ലയിൽ 104 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. സബ് ഡിവിഷൻ ഡിവൈഎസ്പി, SP എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ SHOമാർ അടങ്ങുന്ന സംഘം, ജില്ലാ സൈബർ ക്രൈം പോലീസ് സൈബർ സെൽ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിശോധന നടത്തിയത്. ഇതിൽ 34 കേസുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുകയും 34 പേരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 12 കേസുകളാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ സൈബർ വിദഗ്ധരുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയാണ് റെയ്ഡ്. കാസർഗോഡ് സബ് ഡിവിഷനിൽ 20, ബേക്കൽ സബ് ഡിവിഷനിൽ 9, കാഞ്ഞങ്ങാട് സബ് ഡിവിഷനിൽ 5 കേസുകൾ എന്നിങ്ങനെയാണ് കണക്കുകൾ. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മതസൗഹാർദ്ദത്തിന്റെ വേദിയായി വയനാട്ടുകുലവൻ തേയുംകെട്ട് സന്നിധി. 28 വർഷത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വയനാട്ടുകുലവൻ തേയുംകെട്ട് നടക്കുന്ന മടിക്കൈ എരിക്കുളം ഓർക്കോൽ മീത്തലേപ്പുര തറവാട്ടിലാണ് മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഇഫ്താർ സംഗമം നടന്നത്. വർഷത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വയനാട്ടുകുലവൻ തേയുംകെട്ട് നടക്കുന്ന മടിക്കൈ എരിക്കുളം ഓർക്കോൽ മീത്തലേപ്പുര തറവാട്ടിലാണ് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഇഫ്താർ സംഗമം ഒരുക്കിയത്. കണ്ണിന് കുളിർമയേകുന്നതും മനസ്സിന് ഏറെ സന്തോഷം നൽകുന്നതുമായ പതിവിൽ നിന്നും ഇഫ്താർ വിരുന്നിനെ വ്യത്യസ്തമാക്കിയത് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം ഓർക്കോൽ മീത്തലേപ്പുര തറവാട്ടിൽ ഒരുക്കിയതാണ്. തേയുംകെട്ടിന്റെ കലവറയ്ക്ക് മുന്നിലായാണ് നിസ്കരിക്കാൻ സ്ഥലം ഒരുക്കിയത്. ബാങ്ക് വിളി കേൾക്കുമ്പോൾ നോമ്പുതുറയ്ക്കായി വിവിധ വിഭവങ്ങളാണ് ടേബിളിൽ ഒരുക്കിയത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് C. പ്രഭാകരൻ, ജനറൽ കൺവീനർ ഗംഗാധരൻ താളിക്കുണ്ട്, വൈസ് ചെയർമാൻ അനിൽ നീരളി, വർക്കിംഗ് ചെയർമാൻമാരായ KV ശ്രീനിവാസൻ, സുകുമാരൻ കാണൂത്ത്, സുധാകരൻ പോത്തൻകൈ, സുരേഷ് കോളിക്കുന്ന്, ട്രഷറർ നാരായണൻ ഓർക്കോൽ, ദേവസ്ഥാനം സെക്രട്ടറി വിനോദ് കോളിക്കുന്ന്, പ്രൊഫസർ V. കുട്ടിയാൻ, V. പ്രകാശൻ എന്നിവർ സംബന്ധിച്ചു. നമുക്കറിയാം, മടിക്കയെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദത്തിനും അതുപോലെ തന്നെ മാനുഷിക നന്മയ്ക്കും വേണ്ടി പേരുകേട്ട നാടാണ്. അതിൻ്റെ ഭാഗമെന്ന രീതിയിലാണ് ഇന്ന് വൈകുന്നേരം ഈ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഈ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ലോകത്താകമാനം തന്നെ മതസൗഹാർദ്ദം നിലനിന്നാൽ മാത്രമേ, അതുപോലെ തന്നെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകളൊക്കെ തന്നെ യോജിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ ലോകം നിന്ന് പുലരുകയുള്ളൂ എന്ന് ഓരോ നിമിഷവും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ ഒരു വെളിച്ചമെന്ന രീതിയിലാണ് നമുക്ക് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറെ മഹനീയമായ ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത്. ലോകം ഇന്ന് അമേരിക്കയുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി ഒരു രാജ്യം വല്ലാണ്ട് ശിഥിലീകരിക്കപ്പെടുന്നൊരു സാഹചര്യത്തിലാണ് നാം എല്ലാം ഒത്തുകൂടിയിട്ടുള്ളത്. ലോക സമാധാനത്തിനായി നാടാകെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ ദൈവങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്കും മനുഷ്യൻ്റെ കുതിപ്പിനുമാണ് ആക്കം കൂട്ടിയിട്ടുള്ളത്. അതുതന്നെയാണ് നമ്മുടെ മുന്നിലുള്ള സന്ദേശവും. നാടിനെ തകർക്കാൻ, അല്ലെങ്കിൽ ലോകത്തെ തകർക്കാൻ, രാജ്യത്തെ തകർക്കാൻ മറ്റു പല ശക്തികളുടെയും പേരിൽ നാട്ടിലേക്ക് കടന്നു വരുന്നവരെ നമുക്ക് ചെറുക്കാൻ കഴിയണം. നാടിൻ്റെ നന്മയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത്. മതസൗഹാർദ്ദവും മതേതരത്വവും മാനവികതയുമെല്ലാം ഏറ്റവും നന്നായി പുലരുന്ന നാടാണ് മടിക്കൈ. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ഇഫ്താർ സംഗമം ഇവിടെ സംഘടിപ്പിച്ചത് ഈ ദൈവംകെട്ട് മഹോത്സവത്തിന് വലിയ ഒരാക്കം കൂട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ പ്രകാശൻ സൂചിപ്പിച്ച പോലെ ലോകത്താകമാനം സമാധാനത്തിൻ്റെ അന്തരീക്ഷം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക്, ജനനന്മക്ക് ഒക്കെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മഹത്തായ ഈ പരിപാടി നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ്. ഇന്ന്
ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മതത്തിൻ്റെ പേരിൽ പരസ്പരം തർക്കിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മടിക്കൈ മേഖല ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിച്ച് മതങ്ങൾ പരസ്പരം സ്നേഹത്തിൽ കഴിയുകയാണ്. മടിക്കൈ മേഖല ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് എഞ്ചിനീയർ ഷെരീഫ് KP, ജനറൽ സെക്രട്ടറി മുബാറക് എരിക്കുളം, ട്രഷറർ അബ്ദുള്ള കയ്യുകൊച്ചി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉസ്താദ് അബ്ദുൽ ഖാദർ സുബാരി കുമ്പള നേതൃത്വം നൽകി. മടിക്കൈ മേഖല ജമാഅത്ത്, അങ്കലയ മടിക്കൈ കന്നാടം ജമാഅത്ത്, ബംഗളം ജമാഅത്ത്, ചാളക്കടവ് ജമാഅത്ത്, കാഞ്ഞിരപ്പൊയിൽ ജമാഅത്ത്, മൺകോട്ടെ ജമാഅത്ത്, കയ്യുകൊച്ചി ജമാഅത്ത് എന്നിവിടങ്ങളിലെ നിരവധി ആളുകളാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുവാനായി എത്തിയത്. മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന ജനതയ്ക്ക് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്നതായി മാറുകയാണ് ഓർക്കോൽ മീത്തലൈപ്പുര തറവാട്ടിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം. KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം പുരസ്കാര സമർപ്പണം 8-ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം പുരസ്കാര സമർപ്പണം 8-ന് വൈകുന്നേരം 4 മണി മുതൽ വായനശാല പരിസരത്ത് വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിയാമ്പൂർ ബാലബോധിനി വായനശാലയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ EP കുഞ്ഞമ്പുനായർ, P മാണിയമ്മ അവരുടെ കുടുംബങ്ങൾ സംസ്ഥാന സെക്രട്ടറി കൂടിയായി പ്രവർത്തിച്ച അപ്പുകുട്ട മക്കയിലെ കുടുംബം, അവരുടെ മക്കളെല്ലാം ചേർന്ന് EP കുഞ്ഞമ്പുനായരുടെയും മാണിയമ്മയുടെയും നാമധേയത്തിൽ അതിയാമ്പൂർ ബാലബോധിനിയിൽ സമർപ്പിക്കപ്പെട്ട അവാർഡാണ് ബാലബോധിനി പുരസ്കാരമായി അതിയാമ്പൂർ ബാലബോധിനി വായനശാല ഇപ്പോൾ നൽകി വരുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായി ജില്ലയിലെ കലാ സാംസ്കാരിക സേവന ജീവകാരുണ്യ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥാലയങ്ങളെയാണ് ഇതിനകം തെരഞ്ഞെടുത്തു കഴിഞ്ഞത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് പുരസ്കാര സമർപ്പണം നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷത വഹിക്കും. വായനശാല ജോയിന്റ് സെക്രട്ടറി AK രസിക് റിപ്പോർട്ട് അവതരിപ്പിക്കും. അവാർഡ് ജേതാവിനെ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ പരിചയപ്പെടുത്തും. നീലേശ്വരം പള്ളിക്കര വിദ്യാപോഷിണി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിനാണ് ഈ വർഷത്തെ ബാലബോധിനി പുരസ്കാരം. 11,111 രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവും അടങ്ങുന്നതാണ് പുരസ്കാരം. PVK പനയാൽ, അഡ്വക്കേറ്റ് രാജ്മോഹൻ, M രാഘവൻ, P വേണുഗോപാലൻ, N ഗോപി, M സേതു, PV വിദ്യാലത, M പുഷ്പലത, C ശശിധരൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിക്കും. വായനശാല സെക്രട്ടറി AK ആൽബർട്ട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് N ഗീത നന്ദിയും പറയും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, AK ആൽബർട്ട്, M രാഘവൻ, C ശശിധരൻ, N ഗീത, AK രസിക്, PV ഷാലു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ ഇക്കോ സെൻസ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ശുചിത്വോത്സവം നടന്നു. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ചാണ് ശുചിത്വോത്സവം നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ ഇക്കോ സെൻസ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ശുചിത്വോത്സവം നടന്നു. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലാണ് പരിപാടി നടന്നത്. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസാരം സന്നിഹിതത്തിൽ ചേർന്നുള്ള ചെയർപേഴ്സന്മാരായ ഷെരീഫും മുഹമ്മദ് മദീനാവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്നോട് സംസാരിക്കുക. ജില്ലാ ആശുപത്രിയുടെ HMC ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പോയിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. നാട്ടുകാരെ കുറേ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്. അവിടെയും പറഞ്ഞിട്ട് അപ്പം തന്നെ കാസർഗോഡേക്ക് പോകണം. കാസർഗോഡും അതിനേക്കാൾ പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കണം. അപ്പോൾ ഇവിടെ ശുചിത്വമില്ലെങ്കിൽ നമ്മളെല്ലാം രോഗികളായി മാറും. നല്ല വായു ശ്വസിക്കണം. നല്ല വായു ഉണ്ടാവണമെങ്കിൽ നല്ല ശുചിത്വം ഉണ്ടാവണം. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ RP വിനോദ് കുമാർ CPV പദ്ധതി വിശദീകരണം നടത്തി. MP ജാഫർ, സുമതി K, മുഹമ്മദ് മുറിയനാവി, ഫൗസിയ ഷെരീഫ്, ഗിരീഷ് MK, ബൈജു PP, ഉഷ, നാരായണൻ,
അഡ്വക്കേറ്റ് വിനോദ് കുമാർ, രചന KP, മനോഹരൻ, വത്സരാജ്, ശ്രീകല P, രാധ KV, സവിതകുമാരി എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. വിജയൻ സ്വാഗതവും ശുചിത്വ മിഷൻ YP ഉണ്ണിമായ M. നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ബേരിച്ചേരി ചെറിയച്ചാൽ എന്ന ബർമാ തോടിന്റെ കര സംരക്ഷണ പ്രവർത്തനം പൂർത്തീകരിച്ചു. M. രാജഗോപാലൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത്. തൃക്കരിപ്പൂർ ബേരിച്ചേരി ചെറിയച്ചാൽ എന്ന ബർമാ തോടിന്റെ കര സംരക്ഷണ പ്രവർത്തനം പൂർത്തീകരിച്ചു. M. രാജഗോപാലൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത്. ബർമാ തോടിന്റെ കര സംരക്ഷണത്തിനായാണ് M. രാജഗോപാലൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചിലവിട്ട് അരിക് കെട്ടുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ബീരിച്ചേരി ജുമാ മസ്ജിദിന് സമീപം നടന്ന ചടങ്ങിൽ M. രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ മണ്ഡലത്തെ എല്ലാ PHCകളും FHC ആയി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവനും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയ ഒരു മണ്ഡലമാണ് നമ്മുടെ മണ്ഡലം. അതിലെല്ലാ സർക്കാർ ആശുപത്രികൾക്കും എല്ലാ സർക്കാർ വിദ്യാലയങ്ങൾക്കും മതിയായ കെട്ടിട സൗകര്യം ഉറപ്പുവരുത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിന് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് നമ്മൾ ഈ കാലയളവിൽ ഏറ്റെടുത്തത്. LP സ്കൂൾ, കൂലേരി LP സ്കൂൾ വരെ സ്കൂൾ, അത് 1.25 കോടിയാണ് വേണ്ടിയാണ്. അങ്ങനെ LP സ്കൂളിന് പറയാം. അതുപോലെ തൃക്കരിപ്പൂർ കായിക മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സ്റ്റേഡിയമാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി തുറന്നു കൊടുത്തത്. 30 കോടിയിലധികം രൂപ, 31 കോടിയിലധികം രൂപ വരുന്ന വലിയ പ്രോജക്റ്റാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം MB സുലൈഖ അധ്യക്ഷത വഹിച്ചു. മൈനർ ഇറിഗേഷൻ കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫെമി മരിയ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃക്കരിപ്പൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ CK പ്രിയേഷ് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. 23 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷനായ NJ വെൽത്തിന്റെ കേരളത്തിലെ രണ്ടാമത് ശാഖയായ NJ വെൽത്ത് എക്സ്പ്രസ് കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. 23 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറായ NJ വെൽത്തിന്റെ കേരളത്തിലെ രണ്ടാമത്തെ ശാഖയായ NJ വെൽത്ത് എക്സ്പ്രസ് കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ VV രമേശൻ നിർവഹിച്ചു. 40ാം വാർഡ് കൗൺസിലർ സൗമ്യ സുനിൽ, ഫ്രാഞ്ചൈസി ചെയർമാൻ സുധീർ നായർ ഏറുവാട്ട്, ബ്രാഞ്ച് മാനേജർ രാജേന്ദ്രകുമാർ കോറോത്ത്, ബന്ധുമിത്രാദികളും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആധുനിക പ്രാണിക് ഫീലിംഗിന്റെയും അർഹാദിക് യോഗയുടെയും സ്ഥാപകനും ആത്മീയ ആചാര്യനുമായ മാസ്റ്റർ ചോവ കോക് സുയിയുടെ സമാധി അനുസ്മരണവുമായി ബന്ധപ്പെട്ട മാർച്ച് 8-ന് കാഞ്ഞങ്ങാട് PWD റെസ്റ്റ് ഹൌസിൽ വെച്ച് സൗജന്യ പ്രാണിക് ഹീലിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആധുനിക പ്രാണിക് ഫീലിംഗിന്റെയും അർഹാദിക് യോഗയുടെയും സ്ഥാപകനും ആത്മീയ ആചാര്യനുമായ മാസ്റ്റർ ചോവ കോക് സുയിയുടെ സമാധി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് മാർച്ച് 8-ന് കാഞ്ഞങ്ങാട് PWD റെസ്റ്റ് ഹൌസിൽ വെച്ച് സൗജന്യ പ്രാണിക് ഹീലിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. പഠിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു അവയവത്തിനെ തന്നെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് മാസങ്ങളോളം വേണം. ലിവർ അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറഞ്ഞു. അതേസമയം നമ്മൾ 2 ദിവസം കൊണ്ടാണ് ഇത് പഠിക്കുന്നത്. അപ്പം എന്താണ് വ്യത്യാസം എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഊർജ്ജ ശരീരത്തിനാണ് നമുക്ക് ഓറാന്ന് കേട്ടിട്ടുണ്ടാവും. ഓറ, അതായത് ശരീരത്തിന് ചുറ്റും ശരീരത്തിന്റെ ആകൃതിയിലൊരു ഓറാന്ന് സംഭവം. അത് കിർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫിയാണ്. നമ്മൾ കണ്ണൂരൊക്കെ അവൈലബിൾ ആണ്. നേരത്തെ ബാംഗ്ലൂർ മാത്രമല്ല, ഇപ്പോൾ കണ്ണൂർ നമുക്കൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള എനർജി ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ദിവ്യ പുരുഷന്മാരുടെയൊക്കെ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഗോൾഡൻ കളറിലൊരു സംഭവം തലക്ക് ചുറ്റും കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഓറയാണ് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓറയിൽ 11 എനർജി പോയിന്റ്സ് ഉണ്ട്. ഈ 11 എനർജി പോയിന്റ്സിലാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത്. ഈ 11 എനർജി പോയിന്റ്സ് ആണ് ഫിസിക്കലി ഉള്ള ഈ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്. യോഗ വിദ്യ പ്രാണിക് ഫീലിംഗ് ഫൗണ്ടേഷൻ കോഴിക്കോട് മാനേജിംഗ് ട്രസ്റ്റ് VR രാജു, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ P മനോജ് കുമാർ, K കൃഷ്ണൻ, K നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മനുഷ്യജീവിതത്തിൽ സമാധാനത്തിനും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും മാനസിക അസ്വസ്ഥതകളിൽ നിന്നും ലഹരിയിൽ നിന്നുമൊക്കെ എങ്ങനെ മോചനം നേടാമെന്ന് പ്രാണിക് ഹീലിംഗ് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതുമായി ബന്ധപ്പെട്ടതാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
സ്വാതന്ത്ര്യ സമര സേനാനി കേശവ്ജിയുടെ 21ാം ചരമവാർഷികവും റിപ്പബ്ലിക് സദസ്സും 3-ാം മൈൽ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ നടന്നു. അഡ്വക്കേറ്റ് PV ഹരീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്വാതന്ത്ര്യ സമര സേനാനി കേശവ്ജിയുടെ 21ാം ചരമവാർഷികവും റിപ്പബ്ലിക് സദസ്സും 3-ാം മൈൽ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ നടന്നു. അഡ്വക്കേറ്റ് PV ഹരീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. 28 വന്നു, അല്ലെങ്കിൽ 6 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 28 വന്നത് അങ്ങനെ അശോക് മഹൽ, കൈലാസ് ടാക്കീസ് ഒക്കെ ഘട്ടം ഘട്ടമായി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കാഞ്ഞങ്ങാട് തെരുവത്തിനാണ് ഒട്ടുമുക്കാലും എല്ലാ ജാഥകളും തുടങ്ങുന്നത്, അവസാനിക്കുന്നത് കോട്ടച്ചേരിയിലുമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വളരെയധികം പ്രബുദ്ധതയുള്ള ഒരു സ്ഥലമായിരുന്നു തെരുവത്ത്. അപ്പോൾ അവിടുത്തെ ഒരു സൃഷ്ടി എന്ന നിലക്കാണ് കേശവജി ഇങ്ങനെ പാർട്ടിയായിട്ട് വളരെ സജീവമായിട്ട് വർക്കും, അതുപോലെ ജയിൽ ശിക്ഷ അനുഭവിക്കും, സ്വാതന്ത്ര്യ സമര സേനാനിനെ മാറുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പലതും എന്നെക്കാളും നന്നായിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഒരുപക്ഷെ എനിക്ക് വിചിത്രമായി തോന്നിയത് ഒരു സംഗതിയാണ്, ഞാനത് ജയരാജനോട് ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. കേശവൻ ഭയങ്കരമായിട്ട് വായനപ്രിയനാണ്. ഈ വായനശാല തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അതോട് വലിയ ഇതായി തോന്നി. അക്ഷര സൗഹൃദം പരിപാടിയുടെ ഭാഗമായി മന്ദപ്പൂമാരന്റെ കന്യകകൾ എന്ന കഥാസമാഹാരം ചർച്ച ചെയ്തു. പഞ്ചായത്ത് അംഗം C. കൃഷ്ണകുമാർ, കഥാകൃത്ത് V. സുരേഷ് കുമാർ, പ്രീതി ദിലീപ്, അശ്വിനി ഐങ്ങോത്ത്, അനിൽകുമാർ ചുണ്ണംകുളം എന്നിവർ പങ്കെടുത്തു. അമ്പലത്തറ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഗോപി മുളവന്നൂർ സ്വാഗതവും PV ജയരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വീക്ക്ലി ലോണ്ടറി സർവീസ് കുശവൻകുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. വീക്ക്ലി ലോണ്ടറി സർവീസ് കുശവൻകുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. വാഷിംഗ്, ഫോൾഡ് ആൻഡ് പ്രസ്, സ്റ്റീം അയണിംഗ്, ക്ലീനിംഗ്, ഡ്രൈ ക്ലീനിംഗ്, ഇവന്റ് മെറ്റീരിയൽ, കറ നീക്കൽ, ഹൈജീനിക് ആൻഡ് ക്ലീനിംഗ്, ഷൂ, ടോയ്സ്, ബാഗ്, ഹെൽമറ്റ് എന്നീ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. നമ്മുടെ അധ്വാന ഭാരം കുറയുന്നു, സൗകര്യങ്ങൾ കൂടുന്നു, നാട് പുരോഗമിക്കുന്നു. ഇവിടെ ഇന്ന് ക്ലീൻ സർവീസ്, ലോണ്ടറി ആൻഡ് സർവീസ്, നമുക്കറിയാം നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അലക്ക്. അത് സ്ത്രീകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ ഏറ്റവും അവസാനം ഉറങ്ങുന്നതും ഏറ്റവും ആദ്യം എഴുന്നേൽക്കുന്നതും സ്ത്രീകളാണ്. ഇങ്ങനെ ഉള്ള സ്ത്രീകൾ, സഹോദരിമാർ, അവരൊക്കെ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നതിന് കണക്കില്ല. രാവിലെ ഒരു 5 മണിക്ക് എണീറ്റാൽ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു 7-8 മണിയാവും. ശിവജി വെള്ളിക്കോത്ത് ചടങ്ങിൽ സംസാരിച്ചു. സുഭാഷ് ആലിങ്കാൽ സ്വാഗതവും ജലൻ പെരളം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓർക്കോൽ മീത്തലേപ്പുര തറവാട് വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന് തുടക്കമായി. കലവറ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. 28 വർഷത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് നടക്കുന്ന വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ച് രാവിലെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെയും ക്ഷേത്ര പ്രാദേശിക സമിതികൾ, വിവിധ ക്ഷേത്രങ്ങൾ, കഴകങ്ങൾ, സ്ഥാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് കലവറ ഘോഷയാത്രകൾ നടന്നു. ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും ഉത്സവത്തിനാവശ്യമായ അരിയും ഭക്ഷണ സാധനങ്ങളും കന്നിക്കലവറയിലേക്ക് എത്തിച്ചു. നാടെങ്ങും ഉത്സവ ലഹരിയിൽ അമർന്നിരിക്കുകയാണ്. മഹാശക്തിയായി വാഴുന്ന ശ്രീ പരമേശ്വരന്റെ അംശാവതാരമായ ആദിദിവ്യൻ ശ്രീ വയനാട്ടുകുലവനും കണ്ടനാർക്കേളൻ, കോരച്ചൻ തെയ്യം, കാർണോൻ തെയ്യം, ശ്രീ വിഷ്ണുമൂർത്തി എന്നിവരുടെ ദിവ്യ സംഭാവനകളാൽ ഭവ്യമായ ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഇവിടെ ഭക്തി പ്രവാഹമായി മാറുകയാണ്. മയ്യീച്ച കോളിവിളപ്പിൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നിന്നുള്ള ഭക്തിനിർഭരമായ കലവറ നിറക്കൽ ഘോഷയാത്രയാണ് ശ്രീ വയനാട്ടുകുലവൻ തിരുസന്നിധിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇനി 3 നാൾ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം വിജയിപ്പിക്കാനുള്ള രാപ്പകൽ അധ്വാനത്തിലാണ് ആഘോഷ കമ്മിറ്റി. ആഘോഷ കമ്മിറ്റി ചെയർമാനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ സി പ്രഭാകരൻ ചെയർമാനും, ഗംഗാധരൻ താളിക്കുണ്ട് ജനറൽ കൺവീനറും, അനിൽ മടിക്കൈ വൈസ് ചെയർമാനും, വർക്കിംഗ് ചെയർമാൻമാരായ കെ വി ശ്രീനിവാസൻ, സുകുമാരൻ കണ്ണോത്ത്, സുധാകരൻ പോത്തങ്കൈ, സുരേഷ് കോളിക്കുന്ന്, ട്രഷറർ നാരായണൻ ഓർക്കോൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. 6 വൈകിട്ട് 6:30 കൈവീത്, തുടർന്ന് തെയ്യം കൂടൽ, 7 വൈകിട്ട് 5 മണിക്ക് കാർന്നോൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, 6:30 കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, രാത്രി 9 മണിക്ക് കണ്ടനാർക്കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തും. തുടർന്ന് ബപ്പിടൽ ചടങ്ങ്, രാത്രി 12 മണിക്ക് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിടങ്ങൽ, തുടർന്ന് വയനാട്ടുകുലവൻ വെള്ളാട്ടം, 8 രാവിലെ 7 മണിക്ക് കാർന്നോൻ, 9 മണിക്ക് കോരച്ചൻ, ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ടനാർക്കേളൻ തെയ്യം അരങ്ങിലെത്തും. വൈകിട്ട് 4 മണിക്ക് വയനാട്ടുകുലവൻ ദൈവത്തിന്റെ പുറപ്പാടും ചൂട്ടപ്പിക്കൽ ചടങ്ങും നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തി കെട്ടിയാടും. 10 മണിക്ക് മറപിളർക്കൽ ചടങ്ങ്, തുടർന്ന് കൈവീത് ചടങ്ങോടുകൂടി ഉത്സവം സമാപിക്കും. കലവറ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് അണിനിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നാൽത്തടുക്ക സ്വദേശിനി ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്തിന്റെ മാതാവിനെ പോലീസ് ചോദ്യം ചെയ്തു. വിദ്യാനഗർ പോലീസാണ് ഇയാളെ ചോദ്യം ചെയ്തത്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ജസീല ജീവനൊടുക്കിയത്. 2 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങവെയാണ് സുഹൃത്തിന്റെ മാതാവിനെ ചോദ്യം ചെയ്തത്. ഓപ്പറേഷൻ സൈഹണ്ട് 2.0 കാസർഗോഡ് ജില്ലയിൽ 104 ഇടങ്ങളിൽ പരിശോധന, 34 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മതസൗഹാർദ്ദത്തിന്റെ വേദിയായി വയനാട്ടുകുലവൻ തേംകെട്ട് സന്നിധി. 28 വർഷത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വയനാട്ടുകുലവൻ തേംകെട്ട് നടക്കുന്ന മടിക്കൈ എരിക്കുളം ഓർക്കോൽ മീത്തലൈപ്പുര തറവാട്ടിലാണ് മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഇഫ്താർ സംഗമം നടന്നത്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം പുരസ്കാര സമർപ്പണം 8 നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ ഇക്കോസെൻസ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ശുചിത്വോത്സവം നടന്നു. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ചാണ് ശുചിത്വോത്സവം നടന്നത്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ വെള്ളാട്ട് ഗവൺമെന്റ് LP സ്കൂളിന് നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാണം ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ 3 ദിവസങ്ങളിലായി നടന്ന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.